ഇതിനെതിരായി കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിശക്തമായ സമരം കഴിഞ്ഞ ദിവസം നടത്തി. ആ സമരം നടത്തിയപ്പോ ആർ എസ് എസിനേക്കാൾ പൊള്ളിയത് സാക്ഷാൽ വി ഡി സതീശനാണ്. എന്തേ സതീശ നിങ്ങൾക്ക് ഇത്ര പൊള്ളുന്നത്? ആർ എസ് എസിന്റെ അജ്ഞാനുവർത്തിയായ, ആർ എസ് എസിന്റെ അടിമയായ ഒരു വൈസ് ചാൻസലർ കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസം തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ വിദ്യാർത്ഥികളുടെ സ്വാഭാവികമായ പ്രതികരണം, ആ പ്രതികരണത്തെ ഗുണ്ടായിസം എന്ന് വിശേഷിപ്പിക്കുന്നു. നീ ആർ എസ് എസിന്റെ ശാഖയിൽ പോയിട്ട് അഭ്യാസം കളിച്ചവനാണ്. നീ ആർ എസ് എസിന്റെ താത്വികാചാര്യൻ ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ ഓച്ചാനിച്ചെന്ന് വിളക്ക് കൊളുത്തിയവനാണ്. നിന്റെ നേതാവ് കെ സുധാകരൻ എന്താ ചെയ്തത്? ആർ എസ് എസിന്റെ ശാഖക്ക് കാവൽ നിന്ന സുധാകരൻ ആർ എസ് എസുമായി ബായി ബന്ധമാണ്. ഇന്നലെ ആർ എസ് എസിന്റെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷന് വേണ്ടി പ്രസ്താവന പുറപ്പെടുവിച്ചത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ ഇപ്പൊ എന്തൊക്കെയാ ചുമതല? കേരളത്തിലെ BJP പ്രസിഡന്റിന്റെ അധിക ചുമതല കൂടി നിർവഹിക്കുന്ന രൂപത്തിലേക്ക് ആർ എസ് എസിന്റെ ഏജന്റായിട്ട് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നു. അന്തസ്സുള്ള KSUക്കാരുണ്ടെങ്കിൽ, ആത്മാഭിമാനബോധമുള്ള യൂത്ത് കോൺഗ്രസുകാരുണ്ടെങ്കിൽ, അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് എന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവര് പറഞ്ഞു കൊടുക്കണം. അവര് ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന സമരത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ധൈര്യത്തോടുകൂടി മുന്നോട്ട് വരണം. ആ പ്രതികരിച്ചവരെ ഗുണ്ടകൾ എന്ന് വിളിക്കുന്നു, അക്രമ സമരം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതൊന്നും കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രശ്നമില്ല. വി ഡി സതീശനും ആർ എസ് എസും ഈ ആർലേക്കറും എല്ലാം കൂടിയിട്ട് കൂറുമുന്നണി ഉണ്ടാക്കി കഴിഞ്ഞാലും SFI സമരം അതിനകത്ത് സംഘടിപ്പിക്കും. SFI നടത്തുന്ന സമരത്തിന് എല്ലാ പിന്തുണയുമായിട്ട് DYFI തെരുവിലുണ്ടാവും. ഇയാൾ ധരിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ തന്നെ താമസിക്കാമെന്നാണ്. ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ആർലേക്കറോട് ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ കുന്നുമ്മലോട് ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഈ സർവകലാശാല ആസ്ഥാനത്ത് എപ്പ പ്രവേശിക്കണ്ട, നിങ്ങളുടെ ചേമ്പർ നിങ്ങൾ ഇരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന വിധത്തിലേക്ക് DYFI നാളെ മുതൽ അതിശക്തമായ സമരം ഈ കേരളത്തിന്റെ തെരുവിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.